14 വർഷത്തിൽ ജീവിതത്തിനിടയിലേക്ക് എന്നെ ഏറ്റവും നോട്ട് ചെയ്ത കഥാപാത്രം കായംകുളം കൊച്ചുണ്ണിയിലെ വാഴപ്പള്ളി ജാനകിയാണ്. ഒരു നടിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രം ചെയ്യാൻ പറ്റുക, ഒരു നടിയായാലും നടനായാലും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉടനെ ചെയ്തത് തന്നെ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ശ്രീകൃഷ്ണ ലീലയിൽ കുരൂരമ്മയുടെ കൂടെയുള്ള മാളു എന്ന് പറഞ്ഞ കഥാപാത്രം. കുരൂരമ്മയായിട്ട് വന്നത് കെ.ആർ. വിജയമ്മ എന്ന് പറഞ്ഞ വലിയൊരു നടിയാണ്. അതിൻ്റെ കൂടെ അത് ഒരു വർഷം മാളു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിമ്പതി കഥാപാത്രമായിരുന്നു. അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. കാരണം ജാനകി എന്ന് പറയുന്ന വാഴപ്പള്ളി ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്നും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പം കുഞ്ഞിക്കൂനൻ, ഇപ്പം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞിക്കൂനൻ ദേവി മഹാത്മ്യം. കുഞ്ഞിക്കൂനിലെ ഒരു പോലീസ് ഓഫീസർ മായാദേവി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമാണ്. തുലാഭാരം എന്ന് പറയുന്ന സീരിയൽ ഭാനുപ്രിയ എന്ന് പറയുന്ന ഒരു മോഡൽ പെണ്ണായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലെ ഒരു ഫാഷനബിൾ കഥാപാത്രം അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ക ഒരു ഇതുവരെ സീരിയലിൽ അല്ലെങ്കിൽ ചാനലിൽ ഇത്രയും മോഡേണായിട്ട് ഒരു കഥാപാത്രവും ആരും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ദേവി മഹാത്മ്യം, അത് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. പാർവതി വാര്യർ സാർ എന്ന് പറയുന്ന ഒരു ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, ചെറിയൊരു സൗണ്ട് കേട്ടാലും ഭയങ്കരമായിട്ട് പേടിക്കുകയും കരയാൻ മാത്രം അറിയാവുന്നൊരു പെണ്ണ്. അതിനോട് താങ്ക്സ് മുഴുവനും ശിവമോഹൻ തമ്പി എന്ന് പറഞ്ഞ ഡയറക്ടറിനോടും കാർത്തികൻ സാർ എന്ന് പറയുന്ന മെറിലാൻഡിലെ പ്രൊഡ്യൂസറിനോടാണ് എനിക്ക് അതിൻ്റെ ഏറ്റവും വളരെയധികം നന്ദിയുള്ളത്. രണ്ടായിരത്തി 2009 എനിക്ക് യാദൃശ്ചികമായിട്ട് ഒരു തമിഴ് ഫിലിമിലേക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. മകിഴ്ചി എന്നാണ് സിനിമയുടെ പേര്. അജയ് കുമാർ എന്ന് പറയുന്ന ഒരു PR, അദ്ദേഹം ശരിക്കും നയൻതാര, അങ്ങനെയുള്ള നയൻതാര, ഭാവന, രമ്യ നമ്പീഷൻ, സംവൃത ഇവരെയൊക്കെ തമിഴിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ അജയൻ ചേട്ടനാണ്. അജയൻ ചേട്ടൻ മുഖാന്തരം ആ തമിഴ് ഫിലിമിലേക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി. സുമാരി അമ്മ, അങ്ങാടിത്തെരുവിലെ നായിക അഞ്ജലി, വെള്ളി നക്ഷത്രത്തിലെ കാർത്തിക, പ്രകാശ് രാജ്, സമ്പത്ത് ഇവരുടെ കൂടെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ ശരിക്കും ഇതുവരെ അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ മലയാളത്തിലും ചെയ്തിട്ടില്ല. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് KS വിശ്വനാഥ് എന്നായിരുന്നാണ്. അലിൻഡിലെ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു, റിട്ടയർഡ്. എൻ്റെ അമ്മയുടെ പേര് രാജലക്ഷ്മി ബായി എന്നാണ്. എൻ്റെ അമ്മയെ തിരുവനന്തപുരത്തുള്ള മിക്കവർക്കും അറിയാം. ചാഞ്ഞാംവീട് എന്ന് പറയുന്ന വീട്ടിലുള്ള അംഗമാണ്. ചരിത്രത്തിലൊക്കെ അറിയപ്പെടുന്നൊരു വീടാണ്. അമ്മയുടെ വീട്ടിലാണ് ചട്ടമ്പി സ്വാമി ഒരുപാട് നാൾ ഉണ്ടായിരുന്നത്. എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ, മീന ഐസ് കുമാർ. ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്താണ്. ഹസ്ബൻഡിൻ്റെ പേര് സനിൽകുമാർ. അവർക്ക് 2 ആൺകുട്ടികളാണ്, വിഷ്ണു സാഗറും തേജസും. എനിക്ക് ഏറ്റവും സപ്പോർട്ട് തരുന്നത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. പ്രത്യേകിച്ച് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ സിസ്റ്ററിൻ്റെ മോനും പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമാണ്. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. ആ വിമർശനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഭാരതി ടീച്ചർ വരെ എത്തിയിരിക്കാനുള്ള കാരണം. കാരണം ആര് പറയുന്നൊരു വിമർശനം ഞാനത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. എൻ്റെ കൊച്ചു കൊച്ചു കുറ്റങ്ങളും കുറവുകളും ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതേമാതിരി എനിക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്നു കെ.ആർ. വിജയമ്മ എന്ന് പറഞ്ഞ നടി. ശ്രീകൃഷ്ണലീലയിൽ തൊട്ട് തുടങ്ങിയ ഒരു ബന്ധുവാണ്. അതേമാതിരി തന്നെ മേനക ചേച്ചിയും സപ്പോർട്ടിങ്ങിലാണ് എനിക്ക് രതിനിർവേദം എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായും കിട്ടിയത്. ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ഒരു ഫാമിലി. സുരേഷ് ഏട്ടനും കുടുംബവും ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരും. ശരിക്കും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഞാനിന്ന് ഈ ലെവൽ വരെ എത്തിയത്.
കാരണം ഞാൻ യാദൃശ്യമായിട്ട് വന്നത് എൻ്റെ ഫ്രണ്ട് മെർലിൻ ചേച്ചി മുഖാന്തരം. മെർലിൻ ചേച്ചിയുടെ ഫ്രണ്ട് രവിശങ്കർ ടൂറിസം ഇന്ത്യയുടെ ഓണറാണ്. രവിശങ്കറാണ് എന്നെ ആദ്യമായി പരസ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ പരസ്യം കണ്ടിട്ടാണ് ഷാജിയം സാർ എന്ന് പറഞ്ഞ ഷാജിയം എന്ന് പറഞ്ഞ ഡയറക്ടർ മെർലിൻ ചേച്ചിയെ വിളിക്കുകയും മെർലിൻ ചേച്ചി മുഖാന്തരമാണ് ഞാൻ സീരിയലിലേക്ക് വരികയും ഇതിൽ നിന്നാണ് എനിക്ക് സിനിമയിലേക്കുള്ളൊരു വാതിൽ തുറന്നു തരികയും ചെയ്തത്.